എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരടിപൊളി റവ ഉപ്പുമാവ്. റവ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ രീതിയിലൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയാൽ കൂടുതൽ ഇഷ്ടമാകും. നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഈ റവ ഉപ്പുമാവ് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും നമുക്ക് ഉപയോഗിക്കാം. ഈ ഉപ്പുമാവിന് എണ്ണയുടെയും നെയ്യുടെയും അളവ് കൂടിയാൽ അത്രയും രുചി കൂടുകയുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കാം. കാഷ്യൂനട്ടും ഉഴുന്നും കടുകും എല്ലാം കൂടി ഒന്ന് മൂത്ത് വരാറാവുമ്പോഴത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ടരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇത് വഴറ്റി കൊടുക്കാം. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. സവാളയും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ടരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വെജിറ്റബിൾ ഒരുപാട് ചേർക്കണമെന്നൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ലതുപോലെ ഉപ്പും അതെല്ലാം കൂടെ വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. വെജിറ്റബിൾ കൂടുതൽ ചേർത്താൽ ഈ ഉപ്പുമാവ് കൂടുതൽ ഹെൽത്തി ആകും. ക്യാരറ്റ് ഒരുപാട് വെന്ത് പോകണ്ട. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിൽ നമുക്ക് ഈ റവയൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഉപ്പുമാവിനെടുക്കുന്ന റവ പച്ചയാണെങ്കിലും കുഴപ്പമില്ല, വറുത്ത റവയാണെങ്കിലും ഇങ്ങനെ നെയ്ക്കകത്തൊന്നും കൂടെ വറക്കുന്നത് രുചി കൂടുതലായിരിക്കും. ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ റവ വറുത്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് റവയാണ് എടുത്തത്. അതിൻ്റെ 3 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏത് പാത്രം എടുക്കുന്നോ ആ പാത്രത്തിൻ്റെ 3 ഇരട്ടി ആയിരിക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് റവയാണ് എടുത്തത്. ഒരു 4/2 കപ്പ് തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് നമുക്ക് ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് വറ്റി വരുന്നിടം വരെ നമുക്ക് ഈ മിക്സ് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. കട്ടയില്ലാതെ നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പുമാവ് കൂടുതൽ സോഫ്റ്റ് ആകാനും ടേസ്റ്റ് കൂടുതലുണ്ടാകാനായിട്ട് ഒരു 3/4 കപ്പ് തിളച്ച പാലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലിലിരുന്ന് ഈ റവ ഉപ്പുമാവ് ഒന്നുകൂടെ വേകാനായിട്ട് നമുക്ക് 2 മിനിറ്റ് അടച്ചു കൊടുക്കാം.
നന്നായിട്ട് ആ പാലും എല്ലാം കൂടെ ചേർന്ന് റവ വെന്തിരിക്കുകയാണ്. ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചുരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത ഈ റവ ഉപ്പുമാവിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല റവ ഉപ്പുമാവ് നന്നായിട്ട് ഇളക്കിയെടുത്തിരിക്കുകയാണ്. ഈ പഞ്ചസാര ഇടുന്നത് നല്ല രുചിയാണ്. ഒത്തിരി മധുരമൊന്നും ആകുന്നില്ല, പക്ഷേ ഉപ്പുമാവിന് നല്ലൊരു രുചിയാണ് കിട്ടുന്നത്. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഉപ്പുമാവ് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.